ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ണിലാവ് പോലെ മിന്നി കണ്ണിലായിരം കിനാക്കൾ തന്ന ഒരു താരം മലയാള സിനിമയിലെത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കൂടൽ എന്ന മൂവിയിൽ കെവിൻ പോൾ എന്ന ഒരു പുതിയ താരം മലയാള സിനിമയിലുണ്ട്. ആളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ കെവിൻ ചേട്ടനെ കാണണ്ടേ? അപ്പൊ നീ ബെല്ലടിച്ചോ, കെവിൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ നോക്കാം അല്ലേ? ഓക്കെ അല്ലേ? മലയാള സിനിമയില് ഒരു പുതിയ ആക്ടർ കൂടി വന്നിരിക്കുന്നു. അപ്പോ കെവിൻ, ആദ്യം കൺഗ്രാജുലേഷൻസ്. പുതിയ ഒരു മൂവി ഇറങ്ങിയിട്ട് എന്താണ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഒരു ഇപ്പൊ 2 ദിവസമായിട്ടുള്ള ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കൂടൽ എന്ന മൂവി എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ജൂൺ 27 അല്ലെ? ജൂൺ 27 റിലീസായിട്ടുണ്ട്. അതിലെ ആക്ടർ കൂടിയാണ് നമ്മുടെ കെവിൻ. അപ്പൊ ഇനി കെവിന്റെ സിനിമയിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, കെവിന്റെ കൂടൽ എന്ന മൂവിനെ കുറിച്ചും അതിന്റെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത് നന്നായിരുന്നു. അതൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതെ, കൂടൽ എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോ ഒരു ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, ഇതിപ്പോ സോഷ്യൽ മീഡിയയിലും ഈ അടുത്ത് ഇപ്പൊ ഒരു ട്രെൻഡാണ്. അതായത് സ്ട്രേഞ്ചേഴ്സ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോരുത്തരും ഇങ്ങനെ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ദിവസം എല്ലാരും കൂടി വന്നിട്ട് ആഘോഷിക്കുക, ഗാനമേളം, അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു ക്യാമ്പ് ഈ ഫിലിമിന്റെ ഒരു ഭാഗമാണത്. ശരിക്കും പറഞ്ഞാൽ കൂടൽ എന്ന് പറഞ്ഞ ഫിലിം ഒരു സസ്പെൻസ് ത്രില്ലർ അഡ്വെഞ്ചറസ് മൂവി എന്ന് പറയാൻ പറ്റും. അതിന്റെ മെയിൻ കാസ്റ്റ്, മെയിൻ ആള് ബിബിൻ ജോർജ് ആണ്. ലീഡ് ചെയ്യുന്നത് ബിബിൻ ജോർജ് ആണ് നമ്മുടെ ഈ മൂവിയിലെ കൂടലിലെ. ഓൾറെഡി ഇതിനകം എല്ലാവരും ആ സോങ് ഒക്കെ നല്ല, കൂടലിലെ സോങ് ഒക്കെ നല്ല ഹിറ്റാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ആരെങ്കിലും അല്ലെ, നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, കൂടൽ എന്ന മൂവിയില് ലീഡ് റോൾ ചെയ്യുന്നത് ബിബിൻ ജോർജ് ആണ്. അതിന്റെ സോങ്ങുകളൊക്കെ ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ വന്നിട്ടുണ്ട്. നല്ല പാടിയിട്ടുണ്ട്. അപ്പൊ ബിബിൻ ജോർജ് തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഫസ്റ്റ് കൂടൽ എന്ന മൂവിയിലേക്ക് എങ്ങനെയാണ് കെവിൻ പോൾ എത്തിച്ചേർന്നതെന്നാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ രണ്ട് ഡയറക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ഈ സിനിമയ്ക്ക് 2 ഡയറക്ടേഴ്സ് ഒരുമിച്ച് കോ ഡയറക്ഷൻ ഉണ്ട്. അതായത് ഷാനു കാക്കൂറും ഷാഫി അപ്പിക്കാട് എന്ന് പറഞ്ഞ 2 പേരാണ് ഇതിൽ. ഷാനു കാക്കൂർ ആക്ച്വലി ഞാൻ ഷാനുക്ക എന്നാണ് ഞാൻ വിളിക്കാറ്. അപ്പൊ ആളായിട്ട് ഞാൻ ഒരു 2 മ്യൂസിക് ആൽബംസ് ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണത്തിന്റെ പേര് ഒരെണ്ണത്തിന്റെ പേര് ആക്ച്വലി പറയുവാൻ മോഹിച്ച പ്രണയം എന്ന് പറഞ്ഞൊരു. പറയുവാൻ മോഹിച്ച പ്രണയം, അതാണ് ഒരു. അപ്പൊ നമ്മുടെ കെവിൻ പോള് നേരെ സിനിമയിലേക്ക് വരികയല്ല ചെയ്തത് അല്ലെ? ആദ്യം 2 മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നല്ല രീതിയിൽ അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള, കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ പേര് പറയുവാൻ മോഹിച്ച പ്രണയം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആകാംക്ഷ തോന്നുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ആള് തന്നെയല്ല, സെയിം ഡയറക്ടർ അല്ല, പക്ഷെ ആള് വഴി വന്നൊരു പ്രോജക്റ്റ് തന്നെയാണ് എൻ ഹൃദയ താളം എന്ന് പറഞ്ഞൊരു. എൻ ഹൃദയ താളം. അങ്ങനെ 2 മ്യൂസിക് ആൽബങ്ങൾ ഇതിനു മുന്നേ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഈ സിനിമയിലേക്ക്. അതുവഴിയാണ് ആള്. എൻ ഹൃദയ താളത്തിന്റെ ഡയറക്ടർ വേറെ ആയിരുന്നു, ഫൈസൽ പൊന്നാനി എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പൊ ഷാനു കാക്കൂറും പിന്നെ ആ പറയുവാൻ മോഹിച്ച പ്രണയത്തിന്റെ DOP ക്യാമറമാൻ ഷജീർ പപ്പ എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമയുടെ കൂടലിന്റെ ക്യാമറമാനും DOP ആണ്. അത് അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അവർക്ക് 2 പേർക്ക് തന്നെ നന്നായിട്ട് അറിയാം. നേരത്തെ ഈ ആൽബത്തില് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നേരത്തെ കെവിനെ കുറിച്ച് അറിയാം. അതെ. അപ്പൊ അങ്ങനെ വന്ന ഒരു ചെറിയ റോളാണ് എനിക്കുള്ളത്. അപ്പൊ അവരൊരു ചാൻസ് തന്നു, അങ്ങനെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കെവിന്റെ വീട്ടിൽ പോകുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കെവിൻ എന്റെ നാട് കൂടിയായ എടത്തിരുത്തിക്കാരനാണ് അല്ലെ? കെവിൻ എന്റെ നാട് കൂടിയ എടത്തിരുത്തിക്കാരനാണ്. അതുപോലെ തന്നെ എന്റെ തറവാട്ടുകാരനും കൂടിയിട്ടാണ്. എന്റെ വീട്ടും പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും. വലിയ വീട്ടിൽ നിന്നാണ്. കെവിൻ പോൾ വലിയ വീട്ടിലാണ്. അപ്പൊ ഈ 2 കാരണങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് വീട്ടുകാരൻ എന്നുള്ളതല്ല, എന്റെ നാട്ടുകാരൻ എന്നുള്ളത് എന്റെ ചാനലിനെ സംബന്ധിച്ച്, നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ചാനലിൽ വന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം.
നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കെവിൻ എന്ന ഒരു പുതിയ ആക്ടർ മലയാള സിനിമയിലേക്ക് ഇടത്തിരുത്തിന്ന് വരുമ്പോ എൻ്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിനെ പോയി ഒന്ന് കാണാൻ, മീറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ സിനിമാ വിശേഷങ്ങൾ അറിയാം, ഈ വ്യക്തിനെ ഒന്ന് പരിചയപ്പെടാം, അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ തോന്നി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് നമ്മൾ കെവിന്റെ വീട്ടിൽ വന്നേക്കണത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞപ്പോ കെവിന്റെ ഡാഡി ആയാലും കെവിൻ ആയാലും വളരെ സന്തോഷത്തോടു കൂടി വന്നോ ചേട്ടാ, കുഴപ്പമില്ല, നമുക്ക് ഒരു ഇത് ചെയ്യാം, നമ്മുടെ നാട്ടിലുള്ളവരെയും കൂടി അല്ലെ, നമ്മുടെ നമുക്ക് എല്ലാവരും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സ്വന്തം നാട്ടിലെ സപ്പോർട്ട് ഏറ്റവും അനിവാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ നിന്ന് തുടങ്ങുന്ന സപ്പോർട്ട് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അല്ലെ, അങ്ങനെ എല്ലായിടത്തേക്കും ആയി മാറട്ടെ എന്നൊരു ആഗ്രഹം, അതുപോലെ ഒരു ആശംസയും നമ്മുടെ കെവിന് എനിക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ ഈ ഇടത്തിരുത്തിക്കാരൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു താരത്തിന് നമ്മുടെ ചാനലിന്റെ വക ഒരു അഭിനന്ദനങ്ങൾ. അപ്പൊ കെവിൻ, കൂടൽ എന്ന മൂവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അപ്പൊ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. കൂടൽ എന്ന് പറയണ മൂവി നമ്മള് ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ ഒരു പ്രകൃതി ഭംഗിയുടെ ഭാഗമായിട്ടും പിന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ, ഈ 3 കാര്യങ്ങളായിട്ടാണ് ഒരു എന്താ പറയാ തിമാറ്റിക്കലി അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അറിയായിരിക്കും, സോഷ്യൽ മീഡിയ വഴി പലരും ഇങ്ങനെ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത ഒരു 10-20 പേര് ഒരു ക്യാമ്പിന്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് അവർ മിങ്കിൾ ചെയ്ത് ഒരു ദിവസം നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഈ ഫിലിമിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇതില് ഒരു 4 ആക്ട്രസസ് അവരുടെ ഒരു കഥയാണ് ആക്ച്വലി, അവർ തമ്മിലുള്ള നായകന്മാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അതിലുണ്ടാവുന്ന ഒരു കുറച്ച് ബ്രേക്കിങ്ങും പിന്നെ ട്രസ്റ്റും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷെ കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ഒരു സിനിമയെ കുറിച്ചിട്ട് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. നിങ്ങൾ മസ്റ്റ് വാച്ച് എന്ന് പറയാ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെ, തിയേറ്ററിൽ പോയിട്ട് കാണാൻ. നല്ല പാട്ടുകളുണ്ട്, എത്ര സോങ്ങുകളുണ്ട്, പാട്ടുകളുണ്ട്, അപ്പൊ തന്നെ മനസ്സിലാക്കാം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. നമുക്ക് നല്ല, ഞാൻ തന്നെ ഒരു പാട്ട് കണ്ടിരുന്നു, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇതിന്റെ കൂടുതൽ പാട്ടുകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. നമ്മുടെ കെവിന്റെ ഒരു പാട്ട് ഇതിൽ ഉണ്ട് അല്ലെ, ഒരു റൊമാൻറ്റിക് സോങ് ആണ് കെവിൻ ആക്ട് ചെയ്തേക്കണേ. അപ്പൊ എനിക്കറിയാൻ കഴിഞ്ഞത്, നിങ്ങൾ തിയേറ്ററിൽ പോയി ബാക്കി കാണാൻ പറയാ, എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ ബിബിൻ ജോർജിൽ നിന്ന് നേരിട്ട് അറിയാൻ കഴിഞ്ഞത്, നമ്മുടെ ഒരു ഫംഗ്ഷൻ, നമ്മുടെ വലിയ വീട്ടിൽ കുടുംബയോഗം, ഞങ്ങളൊരു ഫാമിലിയിലെ കുടുംബയോഗം നടന്നിരുന്നപ്പോ അതില് ബിബിൻ ജോർജ് വന്നിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞത്, ഒരു പുതിയ ആക്ടർക്ക് ഒരു റൊമാൻറ്റിക് സീനുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ള സംഭവം നമ്മുടെ കെവിൻ വളരെ അനായാസം, എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പരമാവധി വീഡിയോ കാണുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ, ഇടത്തിരുത്തിക്കാർ ഏറ്റവും അധികം ആദ്യം പറയാനുള്ളൂ. ബാക്കി കേരളത്തിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഈ സിനിമ എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയുള്ള എല്ലാവരും ഈ സിനിമേനെ കൂടൽ എന്ന ബിബിൻ ജോർജ് ലീഡ് ചെയ്യുന്ന കൂടൽ എന്ന മൂവിനെ അല്ലെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അത് തിയേറ്ററിനെ അറിയാനുള്ളത് നമ്മുടെ കെവിൻ ആരാണ്, എന്താണ്, കെവിന്റെ കുറച്ച് വിശേഷങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരു പുതിയ ആക്ടറാണ്, അപ്പൊ കെവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. കെവിൻ എന്താ ചെയ്യുന്നേ അല്ലെ, അപ്പൊ കെവിൻ എന്താ ചെയ്യുന്നേ, കെവിൻ ആരാണ്, എന്താണ്, ജസ്റ്റ് ഒന്ന് കെവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ജനിച്ചത് ഇവിടെയായിരുന്നു, പക്ഷെ ഒരു വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഖത്തറിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡാഡി അവിടെ വർക്കും പിന്നെ അമ്മയും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വയസ്സ് മുതൽ ഇപ്പൊ 26 വയസ്സായി. അപ്പൊ മൊത്തം അവിടെയായിരുന്നു വളർന്നത്. കെവിൻ ഒരു പ്രവാസി കൂടിയാണ്. അപ്പൊ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുനിന്ന് കെവിന് നല്ല സപ്പോർട്ട് വേണം. നിങ്ങളുടെ പോലെ എവിടെ, ഖത്തറാണ് അല്ലെ? അതെ, ഖത്തറിലാണ്. അപ്പൊ ഖത്തറിലുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, നമ്മുടെ കെവിൻ, നിങ്ങളുടെ ഖത്തറിലുള്ള കെവിൻ നാട്ടിലെ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ്. കെവിൻ കൂടുതൽ കാലം ഖത്തറിലുണ്ടായിരുന്നത്. അപ്പൊ ഖത്തർ മലയാളികൾ എസ്പെഷ്യലി പറയണ്, എല്ലാവരും കെവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ മൂവി നിങ്ങൾ കണ്ടിട്ട്, സിനിമ കണ്ട് നിങ്ങൾ വിലയിരുത്തുക അല്ലെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, അഭിപ്രായങ്ങൾ പറയാം.
കെവിൻ മലയാള സിനിമയുടെ ഭാഗമായിരിക്കണം. അപ്പൊ നീ പറഞ്ഞു അതെ. പിന്നെ അവിടെ സ്കൂളിങ്ങും എല്ലാം അവിടെയായിരുന്നു ആക്ച്വലി. ഖത്തറിലായിരുന്നു ഖത്തറിൽ തന്നെയായിരുന്നു. പഠനം കാര്യങ്ങൾ. പിന്നെ എവിടെയായിരുന്നു? ഖത്തറിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചത്? ബാച്ചിലേഴ്സ് ആക്ച്വലി ചെയ്തത് രാജഗിരിയിലായിരുന്നു, ആ കാക്കനാട്. ആ കാക്കനാട് അപ്പോൾ വന്നു. അവിടെ ഒരു 2-3 വർഷം ഉണ്ടായിരുന്നു. 4-ാമത്തെ വർഷം നമുക്ക് കോവിഡ് ആയിട്ട് ഓൺലൈനായിട്ട് ആ മാറി. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തേക്കണത് കഴിഞ്ഞ വർഷം ഞാൻ മാസ്റ്റേഴ്സ് UK-ലായിരുന്നു, UK-യിലാ ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ആംപ്ടണിലായിരുന്നു. അവിടെ ഞാൻ സൈബർ സെക്യൂരിറ്റി ആ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ IT-ല് വർക്ക് അതെ ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ. അപ്പൻ്റെ IT എഞ്ചിനീയർ ആയിട്ട് വർക്ക് അതെ ചെയ്യുന്നു. അതെ അതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പനും അവിടെ ബിസിനസ്സും കാര്യങ്ങളും ബിസിനസ് ഉണ്ട്. അതെ അതെ ഇതൊക്കെ ആയിട്ട് രണ്ട് കാര്യങ്ങളും കൂടി നടക്കണം. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെവിൻ സിനിമയിലെ ആക്ടിങ് മാത്രമല്ല വർക്ക് ചെയ്യാനും കൂടി ഉണ്ട്. അതെ അതെ സിനിമ എന്ന് പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് മോഹമുണ്ട്. അതെ പക്ഷെ ഭാഗ്യം കൊണ്ട് ലക്കും കൂടി വന്നതുകൊണ്ട് കെവിൻ ഒരു ബിഗ് സ്ക്രീനിൽ എത്തപ്പെട്ടു അല്ലെ? തീർച്ചയായിട്ടും അതൊരു എത്തി. ഇപ്പൊ അതെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള ഒരു വലിയ സിനിമയുടെ ഒരു ബിബിൻ ജോർജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ബിബിൻ ജോർജ് ചെയ്യുന്ന മൂവികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോവാറില്ല. ഇല്ല. എന്തെങ്കിലും ഒരു പ്രത്യേകതകളൊക്കെ അദ്ദേഹത്തിന്റെ മൂവികൾക്ക് ഉണ്ടായിരിക്കും. അതെ അപ്പൊ അതുപോലെ ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ബിബിൻ ജോർജ്. റൈറ്ററാണ്. എല്ലാ കഴിവുകളും കൂടി ഉള്ള പാടാൻ. നന്നായിട്ട് പാട്ട് പാടും. അതെ അപ്പൊ ആളുടെ സിനിമയില് നമ്മുടെ കെവിൻ എത്തപ്പെട്ടു. ഇതാണ് അപ്പൊ കെവിനെ കുറിച്ചുള്ള ചെറിയ ബ്രീഫ് ആയിട്ടുള്ള കാര്യം. എനിക്കറിയാനുള്ളത് ഭയങ്കര ആകാംക്ഷയുള്ളത്. കാരണം ഞാൻ ബിബിൻ ജോർജ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നമ്മുടെ കുടുംബയോഗത്തിൽ വന്നപ്പോൾ ബിബിൻ ജോർജ് നേരിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹം ഈ സിനിമയെ കുറിച്ച് ഭയങ്കര വാചാലനായിരുന്നു. കെവിനെ കുറിച്ച് ഭയങ്കര വാചാലനായിരുന്നു. അവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് കെവിനിൽ നിന്ന് തന്നെ നേരിട്ട് അറിയാനുണ്ട്. നിങ്ങളുടെ കൂടൽ മൂവിയുടെ ലൊക്കേഷൻ, അതിന്റെ കാര്യങ്ങൾ, നിങ്ങളുടെ ബിബിൻ ജോർജുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബിബിൻ ജോർജ് എന്ന ഒരു ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ലൊരു ലീഡിംഗ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് ബിബിൻ ജോർജ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കെവിന്റെ ഫസ്റ്റ് മൂവിയിലെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അറിയാൻ ആഗ്രഹമുണ്ട്. ഫസ്റ്റ് 2-3 ദിവസം നമുക്ക് ഒന്നും പറയാനും കിട്ടിയില്ല. ജസ്റ്റ് ഹായ് ബൈ എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ നമുക്ക് എങ്ങനെയാ ഫസ്റ്റ് ടൈം ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാരായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ ഭാഗമുണ്ട് ഇതില്. പക്ഷെ അത് ശരിക്കും നമ്മുടെ സെറ്റിലേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും രാവിലെ എന്നിട്ട് ഈ ക്യാമ്പ് സെറ്റിലേക്ക് വരാം. അത് അട്ടപ്പാടിയിലായിരുന്നു. നിങ്ങളുടെ ലൊക്കേഷൻ അട്ടപ്പാടിയായിരുന്നു. അച്ഛൻമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അടുത്തായിട്ട്. അപ്പൊ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ചാനൽ ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ അതെ ഈ പടത്തിൽ അതിന്റെ ഭംഗിയും ശരിക്കും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറമാൻ ആയ ഷജീർ പപ്പയ്ക്ക് പോണം. അതും പിന്നെ എഡിറ്ററും ഡയറക്ടറും അവര് ശരിക്കും അതിന്റെ ഭംഗി ഇതില് പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ലൊക്കേഷൻ ഹണ്ട് നടത്തിയിട്ടുണ്ട്. അവര് പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. സ്ഥിരം സിനിമകളിൽ കാണാത്ത ഒരു പുതിയ ലൊക്കേഷൻ. അപ്പൊ ഈ മൂവിയിലൂടെ ആ ലൊക്കേഷനും കൂടി മലയാളികൾക്ക് ഒരു തുറന്നു കിട്ടുന്ന അവസ്ഥയിലാണ്. നല്ല രീതിയിലുള്ള അല്ലേ? അതെ അതെ. അവിടെ ഒരു ക്യാമ്പും ശരിക്കും ആഴ്ചയിലൊക്കെ നടത്താറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ പിടിച്ചത്. അപ്പൊ ബിബിൻ ജോർജ് ചേട്ടൻ പറഞ്ഞ പോലെ ആള് രാവിലെ വരും, നമ്മുടെ കൂടെ ഇരിക്കും. മഴയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കുറെ ബഡ്ജറ്റ് ഒക്കെ ടൈറ്റ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളില് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മള് മഴ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആള് പരമാവധി നിങ്ങളെ കംഫർട്ട് ആക്കാൻ നോക്കിയിരുന്നു. ആള് വീട്ടിലേക്ക് പോയി അങ്ങനൊന്നും ഇല്ല, നമ്മുടെ കൂടെ ഇരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാര് ഭയങ്കര ടാലന്റഡ് ആൾക്കാർ, പാട്ട് പാടും, ഡാൻസ് കളിക്കും. പിന്നെ ഇവരൊക്കെ ഒരുമിച്ച് മഴ പെയ്തപ്പോ ഒരു പ്രാവശ്യം എനിക്ക് അതിശയിച്ചു പോയി. കാരണം ഞാനിങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, നമുക്കിപ്പോ ആക്ട് ചെയ്യാനാണ് വന്നേക്കണേ. പക്ഷെ ഇവര് തമ്മിൽ ഭയങ്കര ടാലന്റ് ആണ്, പാട്ട് പാടാൻ. കൊമീഡിയൻസ് ആണ് ചിലവര്, ഡാൻസും കളിക്കും. ഇതിലിപ്പോ ബിബിൻ ചേട്ടൻ തന്നെ പാട്ട് നന്നായിട്ട് പാടും. ഒരു പാട്ട് തന്നെ ആളെന്നെ പാടിയിരുന്നു. അപ്പൊ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഇവര് നല്ല ആക്റ്റീവ് ആയിരുന്നു. അതന്നെ. അപ്പൊ നമ്മള് ഈ മഴ പെയ്തപ്പോ ഒരു പ്രാവശ്യം എല്ലാരും ഒരുമിച്ചൊരു ഷെയ്ഡും നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പാട്ട് പാടാൻ തുടങ്ങി. അതിലേക്ക് എല്ലാരും ജോയിൻ ചെയ്യണം. പ്രത്യേകിച്ച് ബിബിൻ ചേട്ടൻ ജോയിൻ ചെയ്യണം. ഒരാള് ആ പാട്ട് പാടുന്ന നേരത്ത് ഡാൻസും കളിക്കണം. അതനുസരിച്ച് അപ്പൊ എനിക്കൊരു
ഞാൻ അതിശയിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ടിങ് മാത്രം ഡാൻസും ഉം. ഇതൊക്കെ ചെയ്യും, പക്ഷെ ഇതൊക്കെ ഫസ്റ്റ് റിയൽ ആയിട്ട് കാണുമ്പോൾ നമ്മൾ എത്രമാത്രം ടാലന്റഡ് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്നൊരു എത്തിപ്പെട്ടേക്കണേ എന്നുള്ളത്. തോന്നലാണ്. പക്ഷെ അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് ഇത് നമ്മളിലേക്കും വരും വരും തീർച്ചയായിട്ടും. അല്ലേ? അങ്ങനെ ഒരു ഇവരൊക്കെ ഇങ്ങനെയാണ് ആ നമ്മള് ഇവര് തമ്മിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതെന്ന് ഒരു വലിയൊരു ഇതായിട്ട് ഇതായിട്ട് തോന്നിയ. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ, അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ പറയാനുള്ളത് ഈ സിനിമയിലെ 2 ഡയറക്ടേഴ്സ് അല്ലെ, അതെ 2 ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ, സിനിമയുടെ ഭാഗമല്ല ക്യാമറ, എല്ലാവർക്കും നമ്മുടെ നാടിന്റെ കൂടി ഒരു പ്രത്യേക ഒരു എന്താ പറയാ താങ്ക് യു പറയാണ്. കാരണം നമ്മുടെ പറയാനുണ്ട്. നാട്ടിൽ നിന്നൊരു ആക്ടറെ മീൻസ് ഒരു താരത്തിനെ കൂടി മലയാള സിനിമയിലേക്ക് എത്തിച്ചതിന് നമ്മുടെ ചാനലിന്റെ വക കൂടി അവരോട് പ്രത്യേക നന്ദി നമ്മൾ പറയണം. പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര എളുപ്പമല്ല ഒരു സിനിമ എന്ന് പറഞ്ഞ ബിഗ് സ്ക്രീനിൽ ഇല്ല എത്തിപ്പെടാനായിട്ട് അല്ലേ? ഇല്ല ഇല്ല ഇല്ല. അത് പറഞ്ഞത് നന്നായി. കാരണം നമുക്ക് ഈ 2 ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ എഡിറ്റർ, ക്യാമറമാൻ, ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരുടെ പേരെടുത്ത് നന്ദി പറയാൻ കുറെ നേരം എടുക്കും. നമ്മുടെ കെവിൻ പോളിന് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ കെവിൻ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അതായത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാണുക. കാരണം കുറെ പേരുടെ എഫേർട്ട് എനിക്ക് ശരിക്കും ആദ്യമായിട്ട് കാണാൻ പറ്റി. 8 പാട്ട് പറഞ്ഞ പോലെ 8 പാട്ടുണ്ട്. അത് എഡിറ്റർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് എല്ലായിടത്തും കയറ്റി ഇട്ടേക്കണതും. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടാണ് 2 മണിക്കൂറിന്റെ താഴെയായിട്ട് വരുള്ളൂ. അപ്പൊ നല്ലൊരു ഫാമിലി എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ താങ്ക് യു. നമ്മുടെ കെവിൻ പോൾ എന്ന പുതിയ മലയാള സിനിമയിലെ ആക്ടറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തോട് കുറച്ച് സിനിമാ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ വീഡിയോ വന്ന് കാണുമ്പോൾ കെവിനെ കുറിച്ചുള്ള നിങ്ങളുടെ പുതിയ ഒരു താരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടൽ, പേര് മറക്കണ്ട ആരും, കൂടൽ എന്ന മൂവി പരമാവധി ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അല്ലേ കെവിൻ? അതെ അപ്പൊ നമ്മൾ കെവിനോട് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിന് പ്രത്യേകം നന്ദി പറയണം. പ്രത്യേകിച്ച് കെവിനോടും കെവിന്റെ ഡാഡിയോടും അപ്പോൾ പോളേട്ടനോടും അപ്പൊ നമ്മൾ പ്രത്യേകം നന്ദി പറയണം. അപ്പോൾ എല്ലാവരോടും നമ്മുടെ പ്രേക്ഷകരോടും കൂടി നന്ദി, നമസ്കാരം. അപ്പൊ കെവിനോട് നന്ദി പറഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകണം അല്ലെ? അപ്പൊ ഓക്കെ, കെവിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സിനിമ നല്ല രീതിയിൽ ഓടട്ടെ. അപ്പൊ എല്ലാവരും പരമാവധി സഹായിക്കുക, സഹകരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ കാണുക അല്ലെ? അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്.